ഇതാര്? Unable to connect. ഹലോ, ഇതെടുത്തോ. ഹലോ സോറി ട്ടോ, ഞങ്ങൾ അപ്പൊ തൊട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുവാ. ഞങ്ങക്ക് ഇത് നെക്സ്റ്റ് ഓപ്ഷൻ കാണിക്കണേ ഇല്ല ടുഗദറിന്റെ. എന്നിട്ട് സാജന്റെ ഫോണിലിട്ട് അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ഇപ്പൊ റെഡി. എന്ത് പറ്റിയ? ആദ്യമായിട്ട് ഇടുന്നായിരുന്നോ? ഇല്ല. ലിൻസിക്ക് നമ്മള് ലിങ്ക് ഷെയർ ചെയ്യൂലേ? ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നില്ല. താഴെ ഒരു ബ്ലൂ കളറിൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുമല്ലോ, അത് വരുന്നില്ല. അത് വരുന്നില്ല എന്റെ ഫോണിൽ. അപ്പൊ എന്നിട്ട് സാജന്റെ ഫോണിൽ ഇട്ട് നോക്കി. എന്നിട്ട് ആ ലിങ്ക് എനിക്ക് ഷെയർ ചെയ്തു തന്നു. ഞാൻ അതിൽ നിന്ന് കയറി എന്തൊക്കെ ചെയ്ത് അവസാനം ലിൻസിന്റെ ഫോണിൽ തന്നെ ആയി. എന്റെ ഫോണിൽ വന്നിട്ട് മെയിനായിട്ട് നമുക്ക് ടുഗദർ ചേർന്ന്, അത്രേ ഉള്ളൂ. അപ്പൊ അതായി, അത് മതി. ഹലോ അമ്മ, വെൽക്കം. അതാദ്യം പറയട്ടെ. എന്താണ് വിശേഷം? എന്ത് വെൽക്കം? വീട്ടിലേക്ക് എന്തിനു നമ്മളെ വെൽക്കം ചെയ്യുന്നു? അയ്യോ, കമന്റ് ഇട്ടില്ലല്ലോ. കമന്റ് പിന്നെയാണോ? സാരമില്ല, ഞാൻ പിന്നെ ഇടാം. ഇത് ജോയിൻ അവൻ ആദ്യം എന്നോട് പറഞ്ഞത് ആദ്യം അല്ലാത്ത ലിങ്ക് ഇടാന്നായിരുന്നു പറഞ്ഞത്. എന്നാ അവൻ ആദ്യം എനിക്ക് ഇട്ടത് ജോയിൻ ആണ്. അപ്പൊ അത് ഞാൻ കേറി. അതല്ല, ബാക്ക് പോയിട്ട് പിന്നെ വേണം തിരിച്ചു കയറാമല്ലോ. എന്നാ ശരി, ഒന്ന് ബാക്ക് പോയിട്ട് വരാം. വേണ്ട, ഇനിയിപ്പൊ അത് സാരമില്ല. പോയിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ സമയം 9 ഒരു മിനിറ്റ് കൊണ്ട് വരാമല്ലോ. സാരില്ല, പോട്ടെ. എനിക്ക് കിട്ടിയത് ആദ്യം. കുഴപ്പമില്ല മോനെ, കുഴപ്പമില്ല. അതിനിപ്പോ എന്താ? ബിന്ദു ചേച്ചിയെ പറയണ്ട. സന്ധ്യ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട്. സാജൻ പോൾ ലിൻസി ഹായ് പറയുന്നുണ്ട്. സന്ധ്യ ഹായ് സന്ധ്യ ചേച്ചി ലൈവിലേക്ക് അവിടെ പൊന്നമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. എന്തോ എനിക്കാണെന്നോ? അപ്പൊ ബിന്ദുമ്മ, നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം. ഫുഡ് കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. എന്നെ മറന്നു ചോദിച്ചില്ല. ചോറും കറികളായിരുന്നു മോനെ, വേറെ പ്രത്യേകിച്ച്. നമ്മള് വെജിറ്റബിൾ ആണ്. സഞ്ജു സിസ്റ്റർ വന്നിട്ട് കുറച്ച് നാളെയല്ലേ? ഞങ്ങൾ മറന്നിട്ടില്ല, എങ്കിലും കുറച്ച് നാളെ വന്നിട്ട്. പിന്നെ നമ്മുടെ ജയരാജേട്ടാ, ലൈവിലേക്ക് സ്വാഗതം. ഇതേ ഞങ്ങൾ കുറച്ചു നേരം ട്രൈ ചെയ്യണം. ലിൻസിന്റെ ഫോണിൽ നിന്ന് പറ്റുന്നില്ല. അപ്പൊ അവസാനം ഞങ്ങൾ ആദ്യം മലയാളത്തിലേക്ക് ഞങ്ങള് ടൈപ്പൊക്കെ ചെയ്തു, അങ്ങനെയൊക്കെ വെച്ചതായിരുന്നു. അവസാനം എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞ് ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം ഇട്ടതായത്. ആണോ? അയ്യോ. അതെ. പിന്നെ വിശേഷങ്ങളൊക്കെ 35 സ്റ്റാർട്ട് ആയതാ. അപ്പൊ അത്ര 4 പേരുണ്ട്. വിശേഷങ്ങൾ എന്താണ്? ഇന്ന് എനിക്ക് ലീവായിരുന്നു. വീട്ടിലിരുന്ന് കിടന്നുറങ്ങി കുറച്ചു നേരം. പിന്നെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കണ്ടതിൽ ഒരുപാട് സന്തോഷം സാജൻ മോന്. എന്നെ കണ്ടതിൽ ഭയങ്കര സന്തോഷമാണ്. ഞാനല്ലേ കൊണ്ട് പാട്ടൊക്കെ ഇട്ട് കൊടുത്തില്ലേ? അങ്ങനെയല്ല, വണ്ടിയെന്ന് ഇറങ്ങി. സാധാരണ വണ്ടിയിൽ തന്നെ ആയിരിക്കും. വണ്ടിയില്. അപ്പൊ ഞാൻ അതല്ല, ഈ ലൈവ് തുടങ്ങിയ പിന്നെ ഇത്രയും വണ്ടി കയറ്റായത്. അല്ലെങ്കിൽ എപ്പോഴും ഫ്രീ ആയിട്ടുണ്ടായിരുന്ന ആളാണ്. യൂട്യൂബ് ആക്റ്റീവ് ആയി കഴിഞ്ഞപ്പോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ഓഫീസിൽ സ്ഥിരം ഉണ്ടാവായിരുന്നു ഞാൻ. ഇപ്പൊ ഓഫീസിൽ കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. ചിലപ്പോ രാവിലെ പോയി ഓഫീസിൽ കയറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് ട്രാവലിംഗാ. എല്ലാവരും ലൈക്ക് അടിക്കൂ ഇവിടെ നിൽക്കുന്നവര്. പിന്നെ ഇതെന്താണ്, എവിടെ പോയി ജയന്മാനൊക്കെ? പിന്നെ അത്താഴൊക്കെ കാലായോ? ഇന്നത്തെ എങ്ങനെയുണ്ടായിരുന്നു? നന്ദ എന്റെ അമ്മ അല്ലേ ഇത്? എനിക്ക് ലൈവ് മാറിയോ ചേട്ടാ? ജയേട്ടാ ചങ്കേതേ അമ്മ എന്ന് പറയുന്നുണ്ട്. യാരത്? എവിടെ ചെന്നാലും ഈ മക്കൾ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ 5-6 മക്കളെ പുതിയത് കിട്ടട്ടെ. നിങ്ങളുടെ മോത്ത കണ്ട് ഞാൻ അടുത്ത്. നമ്മുടെ യദുക്കുട്ടൻ വന്നു. യദുക്കുട്ടൻ ആർക്കെങ്കിലും പരിചയമുണ്ടോ? നന്ദ പൊന്നമ്മ ഉമ്മ പറയുന്നുണ്ട്. ഇവിടെ വന്നപ്പോ ചാനൽ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ചേച്ചിയാണ് എന്നെ സപ്പോർട്ട് ചെയ്ത് ചാനലാക്കി ഇത്രയും ആക്കിയത് എന്ന് പറയുന്നുണ്ട് സന്ധ്യ സിസ്റ്റർ. പിന്നെ യദുക്കുട്ടൻ നടന്നെത്തിയിട്ടുണ്ട്. പിന്നെ നന്ദ സിസ്റ്റർ വന്നിട്ടുണ്ട്. പൊന്നമ്മ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ വാങ്ങിക്കോ. ഇല്ല, അതെനിക്ക് എപ്പോഴും കിട്ടണ. അതെന്റെ 2 കൈകളൊക്കെ നിറച്ച് ഉമ്മയാണ്. ഇങ്ങനെ പൊത്തിയിരിക്കുകയാണ്. ജയന്മോൻ ഒരു പാട്ടിട്ടുണ്ട്, പാടാം. പഠിക്കാം അമ്മ, പഠിക്കാം. അപ്പൊ എല്ലാവരുടെയും അനുഗ്രഹ ആശംസകളോടെ നാം തുടങ്ങാൻ പോണാണ്. ഓ പോയി അനുഭൂതി പൂക്കും